പലതരത്തിലുള്ള ജിഹാദുകളും സമീപകാലത്ത് വിവിധ ചർച്ചകളിൽ നിറഞ്ഞു നിന്നതാണ്. നർക്കോട്ടിക് ജിഹാദ് പരാമർശമെല്ലാം സമൂഹത്തിൽ സൃഷ്ടിച്ച വിവാദങ്ങൾ നാം കണ്ടതാണ്. ഇതുപോലെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ജിഹാദാണ് ആശുപത്രി ജിഹാദ്. പാലാ മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഴ്സുമാരുടെ സംഘടന നിലവിൽ സമരത്തിലാണ്. പിരിച്ചുവിട്ട നേതാവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൂചനാ സമരം നടത്തിയത്. ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം കാര്യമായി ബാധിച്ചിട്ടില്ല എങ്കിലും സമരത്തിന് പിന്നിലെ പ്രേരണകൾ സംബന്ധിച്ച ചില സംശയങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രവർത്തനം തുടങ്ങി 5 വർഷത്തിനിടെ മധ്യ കേരളത്തിലെ മികച്ച ആശുപത്രി എന്ന നിലയിലേക്ക് വളർന്ന മാർസ്ലീവ മെഡിസിറ്റിയിൽ ആദ്യമായാണ് ഇത്തരമൊരു സമരം നടക്കുന്നത്. മാർസ്ലീവ ആശുപത്രിയിൽ നഴ്സുമാരുടെ സംഘടന നാമമാത്രമായാണ് പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞിടെ സംഘടന നഴ്സുമാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇത് പരിഹരിക്കാമെന്ന് മാനേജ്മെന്റ് ഉറപ്പും നൽകിയിരുന്നു. ഇതിന്റെ പിന്നാലെ ജില്ലാ ലേബർ ഓഫീസർക്കും സംഘടന പരാതി നൽകി. എന്നാൽ നഴ്സുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയെന്നാണ് ആശുപത്രിയുടെ വാദം. ചില പരാതികളിൽ പരിഹാരമുണ്ടാക്കിയെന്ന് സംഘടനയും സമ്മതിക്കുന്നുണ്ട്. ഇതിനിടെയാണ് UNAയുടെ ഭാരവാഹിയായ സ്റ്റാഫിനെതിരെ നടപടി വരുന്നത്. അകാരണമായാണ് ഭാരവാഹിയായ ഈ സ്റ്റാഫിനെ പിരിച്ചുവിടുന്നതെന്നാണ് നഴ്സുമാരുടെ ആക്ഷേപം. പക്ഷെ നിലവിലെ കരാർ പൂർത്തിയാക്കിയ ശേഷമാണ് ഇയാളെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ജോലിയിലിരിക്കെ തന്നെ സ്വന്തം സ്ഥാപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയ സാഹചര്യത്തിലാണ് ഇയാളുടെ കരാർ പുതുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാതിരുന്നതെന്നും പറയുന്നു. പക്ഷേ ഇക്കാരണങ്ങളൊന്നും നഴ്സുമാർക്ക് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നതിന് ശക്തമായ കാരണങ്ങളായി ആരും കാണുന്നില്ല. ഇതൊക്കെ മിക്ക ആശുപത്രികളിലുമുള്ള പ്രശ്നങ്ങളുമാണ്. മധ്യ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ആശുപത്രി കുറച്ചു ദിവസങ്ങളെ ആയുള്ളൂ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഇതിന് തൊട്ടടുത്ത ദിവസം തന്നെ മാർസ്ലീവയിൽ സമരം തുടങ്ങിയതാണ് ഈ വാദം പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാർസ്ലീവയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്നും ഇവർ സംശയിക്കുന്നു. ഇതൊരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണെന്നും പറയപ്പെടുന്നു. ആശുപത്രി മാനേജ്മെന്റ് ഈ വാദങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പാലാ രൂപതയിലെ വിശ്വാസികൾ ഭൂരിഭാഗവും ഈ സംശയത്തെ അനുകൂലിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും പലരും സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പാലാ രൂപതക്കാരും നാട്ടുകാരും പ്രവാസികളും പിരിവിട്ടും 1 മാസത്തെയും 1 ദിവസത്തെയും 6 മാസത്തെയും വരെ വരുമാനം സംഭാവന നൽകിയും മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്ന ബിഷപ്പിന്റെ ഇച്ഛാശക്തി കൊണ്ടും പടുത്തുയർത്തിയതാണ് മാർസ്ലീവ മെഡിസിറ്റി എന്ന സ്ഥാപനം. ഏതെങ്കിലും പ്രത്യേക അജണ്ടയാണോ പെട്ടെന്നുള്ള സമരത്തിന് പിന്നിലെന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതിനിടയിൽ ആശുപത്രിയിലെ തന്നെ ഒരു ജീവനക്കാരി സമരക്കാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതും വൈറലാണ്. താൻ കഴിഞ്ഞ 4 വർഷമായി മെഡിസിറ്റിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ജീവനക്കാരി ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. UNയുമായി ബന്ധപ്പെട്ട മാർസ്ലീവ മെഡിസിറ്റിയിൽ ഈ ദിവസങ്ങളിൽ നടന്നുവരുന്ന അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിലാണ് കുറിപ്പ് എഴുതുന്നതെന്നും അവർ ആദ്യമേ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കേരളത്തിന് വെളിയിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ വർഷങ്ങൾ ജോലി ചെയ്തതിനു ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങി എത്തിയതെന്നും സ്വന്തം നാട്ടിൽ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരമൊരുക്കിയത് മാർസ്ലീവ മെഡിസിറ്റി ആണെന്നും അവർ പറയുന്നു. വ്യവസ്ഥാപിതമായ എല്ലാ കാര്യങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നതോടൊപ്പം മാന്യമായ ശമ്പളവും നൽകുന്നുണ്ടെന്ന് അവർ പറയുന്നു. നിശ്ചിത കാലയളവുകളിൽ ശമ്പള വർധനവും 5 വർഷം പൂർത്തിയാക്കി പിരിഞ്ഞുപോയവർക്ക് കൃത്യമായ ഗ്രാറ്റുവിറ്റിയും നൽകുന്നതായി അറിയുവാൻ കഴിഞ്ഞുവെന്നും അവർ പറയുന്നു. കൂടാതെ ഗ്രൂപ്പ് ഇൻഷുറൻസും സ്റ്റാഫിനായി നൽകുന്നതുകൊണ്ട് ജോലിക്ക് പ്രവേശിക്കുന്ന അന്നു മുതൽ ഫുൾ കവറേജ് ലഭിക്കുന്നുണ്ട്. എല്ലാ സ്റ്റാഫിനും അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇൻലോസിനും 10% ഡിസ്കൗണ്ട് ബില്ല് അനുവദിക്കുന്നുണ്ട്. സ്റ്റാഫിന് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് മാർസ്ലീവയിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നഴ്സുമാരെ കിട്ടാൻ എല്ലാവരും പ്രയാസപ്പെട്ടതായി നമുക്ക് അറിവുണ്ട്. ലേഡി സ്റ്റാഫിന് അസമയത്ത് ഹോസ്പിറ്റലിൽ വരികയോ തിരികെ പോവുകയോ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാഹനം അയക്കുന്നതോടൊപ്പം സുരക്ഷയ്ക്കായി ഒരു സെക്യൂരിറ്റിയെ കൂടി വിട്ടയക്കുന്ന ഏക സ്ഥാപനം മെഡിസിറ്റി ആയിരിക്കും. മാർസ്ലീവയിൽ 6 മാസം മാത്രമാണ് ട്രെയിനി പീരീഡ്. അത് പൂർത്തിയാക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇവിടെ സ്റ്റാഫായി മാറുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തെ സമൂഹ മാധ്യമത്തിൽ കരിവാരിത്തേക്കുന്ന പ്രവണത കണ്ടപ്പോൾ തനിക്ക് അന്നം തരുന്ന ഈ സ്ഥാപനത്തെ പറ്റി ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അനീതിയാകുമെന്ന് കരുതി കുറിച്ചുവെന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് നഴ്സുമാരുടെ സംഘടന സമീപകാലത്ത് സമരങ്ങൾ അധികവും നടത്തിയത്
ക്രൈസ്തവ മാനേജ്മെന്റുകൾ നേതൃത്വം നൽകുന്ന ആശുപത്രികളിൽ മാത്രമാണെന്ന വിമർശനവും ശക്തമാണ്. ഈ വിമർശനത്തെ കൂട്ടുപിടിച്ചാണ് ആശുപത്രി ജിഹാദ് എന്ന പ്രയോഗവും അന്തരീക്ഷത്തിൽ ഉള്ളത്. ഇത്തരം ജിഹാദുകൾ സമൂഹത്തിന് യാതൊരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്.